അപ്പോൾ ദൈവമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. പക്ഷെ ഒരു സത്യം പറയാം, ദൈവത്തെ നമ്മൾ അറിയുന്നത് തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരമാണ്. പുത്രനുള്ളവന് ദൈവമുണ്ട്, പുത്രനില്ലാത്തവർക്ക് ദൈവമില്ല. പ്രിയപ്പെട്ട, ലോകത്തിലുള്ള ഏത് ജാതി മതസ്ഥായാലും ശരി, യേശുക്രിസ്തു നിങ്ങളുടെ രക്ഷകനായിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവമില്ലാത്തവരായിട്ട് മരിച്ച് ദൈവത്തോടു കൂടെ വാസം ചെയ്യുവാൻ കഴിയാതെ സാത്താനോട് കൂടെ അവനായിട്ട് നിശ്ചയിക്കപ്പെട്ട നരകത്തിലേക്ക് നമ്മൾ ഒടുക്കി കളയുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്കൊരു മറുചോദ്യം, ദൈവം ക്രൂരനല്ലേ? ഞങ്ങൾ ഈ ചോദ്യങ്ങൾ എന്നും അനുഭവിക്കുന്നതാണ്. ദൈവം ക്രൂരനല്ലേ? മനുഷ്യർ പാപം ചെയ്ത് നരകത്തിലേക്ക് പോകുന്നതിന് ദൈവത്തിനൊരു വേദനയുമില്ല? വേദനയുണ്ട് പ്രിയപ്പെട്ടവരെ. ശാന്തമായിട്ട് കേട്ടുകൊള്ളുവിന്. പിശാചിന്റെ പ്രവൃത്തി എന്തെന്നും ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്നും ഞാൻ അല്പമായിട്ട് നിങ്ങളോട് പറയാം. നോക്ക്, പിന്നെ നമുക്ക് മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം. മനുഷ്യനെ ദൈവമല്ല സൃഷ്ടിച്ചത്, അതോ സ്വന്തമായിട്ടുണ്ടായി വന്നോ? നിങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ചു കൊള്ളുവേൻ. കുരങ്ങ് രൂപാന്തരം ചെയ്യാൻ മനുഷ്യനാകത്തില്ല, അമീബ രൂപാന്തരം ചെയ്ത് കുരങ്ങുമാകത്തില്ല. പിന്നെ എന്താണ്? ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ സൃഷ്ടികളും ദൈവം തന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ ജീവിതം ഒഴികെ ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും വസ്തുവകളും ആകാശത്തിലെ സൂര്യചന്ദ്ര നക്ഷത്രാദികളും എല്ലാം സൃഷ്ടിച്ചത് ദൈവം തന്റെ വചനത്താലാണ്. അവൻ ആ ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനാ പ്രിയപ്പെട്ട ദൈവം. അല്ല, ലോകം ഉണ്ടായതിനു ശേഷം ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യരുണ്ടാക്കിയതല്ല ദൈവം. പിന്നെയോ, ലോകത്തെ തന്നെ സൃഷ്ടിച്ചവനും ലോകത്തിലുള്ള സകല ജീവജാലങ്ങളെയും ചരാചരങ്ങളെയും മനുഷ്യന് വേണ്ട ഭക്ഷണവും വായുവും വെള്ളവും വസ്ത്രവും എല്ലാം നൽകി കൊടുക്കുന്നവൻ ആരോ, അവനാ ദൈവം. അപ്പോൾ ഞങ്ങൾ ആ ദൈവത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് ചില കാര്യങ്ങളൊക്കെ പറ്റി ബോധം വരണം.